ശ്രീമന്നാരായണീയം ദശകം 12 വരാഹാവതാരം വൃത്തം വസന്തതിലകം ശ്ലോകം 1. അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. സ്വയംഭുവോ മനുരഥോ ജനസർഗശീലോ ദൃഷ്ട്വാ മഹീം അസമയേ സലിലേ നിമഗ്നാം സ്രഷ്ടാരമാപശരണം ഭവദംഘ്രിസേവാ തുഷ്ടാശയം മുനിജനൈ സഹ സത്യലോകേ. കഴിഞ്ഞ ദശകത്തിൽ നമ്മൾ കണ്ടു ഹിരണ്യാക്ഷൻ ഇവിടെ തനിക്ക് പറ്റിയ എതിരാളിയെ കിട്ടാനായിട്ട് യുദ്ധക്കൊതിയനായിട്ട് ഗദയും ചുഴറ്റിക്കൊണ്ട് ഓടി നടക്കുകയാണ്. ആ സമയത്ത് ഭഗവാന്റെ പ്രിയ പത്നിയായ ഭൂമിദേവിയെ ഹിരണ്യാക്ഷൻ കൊണ്ടുപോയി വെള്ളത്തിനടിയിലേക്ക് താഴ്ത്തി വെച്ചു. ഇതറിഞ്ഞ് ഭഗവാൻ കോപിച്ച് തൻ്റെ അടുത്തേക്ക് വരും എന്ന് ഹിരണ്യാക്ഷൻ ധരിച്ചു. കാരണം അതിനു മുൻപായിട്ട് തന്നെ വരുണപുരിയിൽ ചെന്ന് വരുണനെ യുദ്ധത്തിന് വിളിച്ചപ്പോൾ വരുണൻ പറയുകയും ചെയ്തു, ഞാനിപ്പോൾ യുദ്ധമൊന്നും ചെയ്യാറില്ല, അതുകൊണ്ട് നിനക്ക് പറ്റിയ എതിരാളി വിഷ്ണു മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് തന്നെ ഹിരണ്യാക്ഷൻ വിഷ്ണുവിനെ തിരഞ്ഞ് നടക്കാൻ തുടങ്ങി. ഹിരണ്യാക്ഷൻ ഭൂമിയെ വെള്ളത്തിൽ ആഴ്ത്തി വെച്ചപ്പോൾ പ്രജകൾക്ക് നേരിട്ട ദുഃഖം, അതുകൊണ്ട് സ്വയംഭുവ മനു ബ്രഹ്മാവിനെ ശരണം പ്രാപിക്കുകയാണ്. അനന്തരം ജനസർഗശീല പ്രജകളെ സൃഷ്ടിച്ചു പോരുന്ന സ്വയംഭുവ മനു സ്വയംഭൂ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവാണ്. സ്വയംഭുവ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിൽ നിന്നും ഉണ്ടായ മനു. ആ മനു മഹീം ഭൂമിയെ അസമയെ അനവസരത്തിൽ, അതായത് ഇവിടെ പ്രളയമൊന്നും വരേണ്ട സമയമായിട്ടില്ല, അതുകൊണ്ട് അനവസരത്തിൽ സലിലേ വെള്ളത്തിൽ നിമഗ്നാം മുങ്ങിപ്പോയതായി ദൃഷ്ട കണ്ടിട്ട്. സ്വയംഭുവ മനു ഇവിടെ ഭൂമി വെള്ളത്തിനടിയിലേക്ക് മുങ്ങിപ്പോണത് കണ്ടപ്പോൾ പ്രജകളെ സൃഷ്ടിച്ചു വരികയായിരുന്നു. ഈ പ്രജകൾക്ക്, തൻ്റെ പ്രജകൾക്കെല്ലാം ദുരിതമാണല്ലോ വരുന്നത്. കാരണം പ്രളയമൊന്നും വന്നിട്ടുമില്ല. അവിടെ അനവസരത്തിലാണ് ഇവിടെ ഭൂമി വെള്ളത്തിലേക്ക് താഴ്ന്നു പോകുന്നത്. അത് കണ്ടിട്ട് ആകെ വിസ്മയി. മുനിജനൈ സഖ മഹർഷിമാരോട് കൂടി സത്യലോകത്തിലാണ് ബ്രഹ്മാവിരിക്കുന്നത്, അവിടെ സ്ഥിതം, അവിടെ വാണരുളുന്നവനും സത്യലോകത്തിലിരിക്കുന്നവനും ഭവത് അവിടത്തെ ഭഗവാന്റെ അംഘ്രിസേവ പാതാരവിന്ദങ്ങളെ സേവിക്കുന്നത് കൊണ്ട് തുഷ്ട ആശയം എന്ന് പറഞ്ഞ ഹൃദയം, സന്തുഷ്ട ഹൃദയനും ആയ, സന്തോഷമുള്ള ഹൃദയത്തോടു കൂടിയവനും ആയ മഹർഷിമാരോടു കൂടി ഇവിടെ സത്യലോകത്തിൽ വാണരുളുന്നവനും അവിടത്തെ ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ സേവിക്കുന്നതുകൊണ്ട് സന്തുഷ്ട ഹൃദയനും ആയ സൃഷ്ടാവ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്, സൃഷ്ടാരം ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു. അപ്പൊ ഇവിടെ സ്വയംഭുവ മനു പ്രജകളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഹിരണ്യാക്ഷൻ ഭൂമിയെ വെള്ളത്തിനടിയിലേക്ക് കൊണ്ടുപോയി വെക്കുന്നത്. തൻ്റെ പ്രജകൾക്ക് ദുരിതമായല്ലോ, പ്രളയകാലം ആഗതമായിട്ടുമില്ല. അപ്പൊ വേഗം ഭൂമി ഇങ്ങനെ വെള്ളത്തിലേക്ക് മുങ്ങിപ്പോകുന്നത് കണ്ടിട്ട് മഹർഷിമാരോടുകൂടി സത്യലോകത്തിൽ വാണരുളുന്ന
ഭഗവാന്റെ പാതാരബിന്ദങ്ങളെ സേവിക്കുന്ന സന്തുഷ്ട ഹൃദയനായിട്ടുള്ള ആ ബ്രഹ്മാവിനെ പോയി ശരണം പ്രാപിച്ചു. ഇവിടെ ബ്രഹ്മാവിൽ നിന്നും ബ്രഹ്മാവിന്റെ ശരീരം പകുത്ത മനുവും ശതരൂപയും രണ്ടുപേരും ഉണ്ടായി. ആ മനുവാണ് ഇപ്പോൾ ബ്രഹ്മാവിനെ പോയി ആശ്രയിക്കുന്നത്. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.